ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദും ശ്രീദേവിയും കൂടെ രണ്ടാമത്തെ രാത്രി ആഘോഷിക്കാനായിട്ടിരിക്കുക കേട്ടോ. ഒരു ജാറിൽ വെള്ളമൊക്കെ ആയിട്ടാണ് നേരെ ശ്രീദേവി അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ വന്നിട്ട് നാണമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആനന്ദും ഇപ്പോൾ അല്ലാതെ വെപ്രാളവും പരവേശമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീദേവി നിനക്കിത്ര ടെൻഷൻ, വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആനന്ദേട്ടനും ഭയങ്കര ടെൻഷനാണല്ലോ, വല്ലാണ്ട് പേടിച്ചിരിക്കും പോലും തോന്നുകയാണല്ലോ എന്ന് പറയുമ്പോൾ, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ശ്രീദേവിയുടെ കൈ പിടിച്ച കട്ടിലേക്ക് ഇരുത്താട്ടോ. അങ്ങനെ അവർ തമ്മിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടുപേരും എത്ര സമയം ഇങ്ങനെ നോക്കിയിരിക്കണോ, നീ എന്തെങ്കിലും ചോദിക്കുക എന്ന് പറയാട്ടോ ആനന്ദ്. അപ്പോൾ ഉടനെ ശ്രീദേവി, ഞാൻ എന്ത് ചോദിക്കാൻ? എന്താ ചോദിക്കാൻ? സോറി പറയാട്ടോ. എന്തിനാ നീ സോറി പറയണേ? അല്ല, ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിപ്പോയില്ലേ, അതിന് വേണ്ടിയിട്ടാ സോറി. എടി, അത് ഇന്നലെ തന്നെ കഴിഞ്ഞില്ലേ, പിന്നെ വീണ്ടും നീ എന്തിനാ അതിനെ തന്നെ പറഞ്ഞിരിക്കണേ? അല്ല, എന്നാലും ചെയ്തത് തെറ്റായിപ്പോയില്ലേ, വല്ലാത്ത തെറ്റായിപ്പോയി എന്ന് ശ്രീദേവി പറയുമ്പോൾ വീണ്ടും ആനന്ദ് പറയാം, അതൊക്കെ മറന്നേക്ക്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ ഇങ്ങനെ സോറിയും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ നീ സുന്ദരിയല്ലേ, നീ ഇട്ടിങ്ങനെ സാരി നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പുകഴ്ത്താട്ടോ. ആണോ, നല്ല ഭംഗിയുണ്ടോ? പിന്നെ നീ സുന്ദരിയല്ലേ, പിന്നെ ഇവിടെ എല്ലാവരെയും നീ നല്ല പോലെയല്ലേ നോക്കുന്നത്, എല്ലാവരെയും പാചകം ചെയ്ത് നീ കയ്യിലെടുത്ത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശ്രീദേവി ഇതൊക്കെ കേട്ട് വലിയ പുകഴ്ത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് ആനന്ദ് അവിടെ കിടന്ന് ഉറങ്ങണുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീദേവി അന്ന് തന്നെ രാത്രി തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ ആര്യൻ വന്നിരുന്ന് കണക്കും ഒക്കെ നോക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ കണക്കൊക്കെ എഴുതണ കണ്ടിട്ട് കിടക്കാനായിട്ട് വരികയാണ് കേട്ടോ മിത്ര വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആര്യ എഴുതി പിടിപ്പിക്കണേ? അതെ, വരവും ചിലവും കണക്കുകളാണ് എഴുതണേന്ന് പറയാം. ഇതൊക്കെ ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെച്ചൂടെ ആര്യന്? പിന്നെ എനിക്ക് ആകപ്പാടെ ഒരു പേപ്പറിൽ എഴുതാനുള്ള കണക്കുകളല്ലേ ഉള്ളൂ, വേറെ എന്താ ഉള്ളേ എന്നും പറഞ്ഞ് പൈസ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് മിത്രയുടെ കൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, ഇതെന്തിനാ ആര്യ എനിക്ക് ഇത് വെച്ചോ, നിനക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, കാശിനാണോ ആവശ്യമില്ലാത്തത്? ഫ്രണ്ട്സിനോട് ഒന്ന് കറങ്ങാൻ പോകണമെങ്കിലോ ഒരു ചായ കുടിക്കണമെങ്കിലോ എന്തിനെങ്കിലും നിൻ്റെ കയ്യിൽ കാശ് വേണ്ടേ, അതിനാ ഞാൻ ഇത് തന്നേന്ന് പറയുമ്പോൾ മിത്ര പറയണം, എനിക്കിത് വേണ്ട ആര്യ, അന്ന് തന്നത് തന്നെ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, പിന്നെ ആരെയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അത് എനിക്കിങ്ങനെ തരേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ആര്യം പറയുന്നുണ്ട്, അങ്ങനെയല്ല, അന്നൊരു ദിവസം നിനക്ക് ബസ്സിന് കാശില്ലാണ്ട് നീ അമ്മയോട് ചോദിച്ചില്ലേ, അപ്പോൾ പൈസ ഇല്ലാത്ത കാരണം നീ അന്ന് ബുദ്ധിമുട്ടുന്നത് ഞാൻ തീരുമാനിച്ചതാണ്, ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന്. നിനക്കറിയാലോ, അന്ന് മുതലാണ് ഞാൻ ഈ ഫുഡ് ഡെലിവറിക്ക് പോയി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ടുള്ള കാലത്ത് നീ ആരുടെ കാര്യത്തിനും കൈനീട്ടാനോ ഒന്നിനും പോകാൻ പാടില്ല. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് കേട്ടോ. ശരി, ആര്യൻ്റെ തീരുമാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ എനിക്കും ചില തീരുമാനങ്ങളുണ്ട് ആര്യ. എന്താ തീരുമാനം? ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വല്ലാത്ത വിഷമമുണ്ട്. എനിക്കും എന്തെങ്കിലും ഒരു പാർട്ട് ടൈമായിട്ടൊരു ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആര്യം പറയാണ്, അതെ, നീ ഇപ്പോൾ പാർട്ട് ടൈമായിട്ടുള്ള ജോലിക്കല്ല പോവേണ്ടത്, പഠിക്കാനുള്ളത് പഠിച്ച് നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞിട്ട് മതി പിന്നെ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതല്ല, പഠിത്തം അവിടെ നിൽക്കട്ടെ, ആര്യനും പഠിപ്പം മുടക്കിയില്ലേ, ആര്യനും ഇതിൻ്റെ കൂടെ പഠിക്കാമല്ലോ, അതും ചെയ്യുന്നില്ല, എന്നെ ജോലിക്കും വിടുന്നില്ല. പക്ഷേ ഇനി ഞാൻ തീരുമാനിച്ചു, പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം, ഞാൻ പോവും ആര്യ എന്ന് പറയാട്ടോ. ശരി, അതിനൊക്കെ നമുക്ക് നോക്കാം, ഇപ്പോൾ തൽക്കാലം സമാധാനമായിട്ട് ഇരിക്കുക, നീ ടെൻഷൻ ആവാതെ നമുക്കത് രണ്ടുപേർക്കും കൂടെ തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ. നേരം വെളുത്ത നേരത്ത് തന്നെയാണ് ശ്രീദേവി ഉണരുന്നത്. അപ്പം അതുപോലെ കുളിച്ച് റെഡിയായി അടുക്കളയിലല്ല കേട്ടോ ഇത്തവണ കയറി, നേരെ പൂജാമുറിയിലൊക്കെ അങ്ങ് കയറി പൂജയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൊട്ട് പിറകെ തന്നെ ഗോമതി കുളിച്ചൊരുങ്ങി പൂജാമുറിയിൽ വിളക്ക് വയ്ക്കാൻ കയറി വരണതും അവിടെ ശ്രീദേവി നിൽപ്പുണ്ട് കേട്ടോ. അയ്യോ, അത് കാണുമ്പോൾ അവർ അന്തം വിട്ടു പോവാ. ഈശ്വര, ഇനിയിപ്പോൾ ദിവസവും ഇതും കൂടെ അങ്ങ് കൈയടക്കുമോ? അയ്യോ, പൂജാമുറിയിൽ വിളക്കം വെച്ചോ, ഞാനല്ലേ വെക്കേണ്ടിയിരുന്നത് എന്നും പറഞ്ഞ് ആശങ്കപ്പെട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് മോളേന്ന് വിളിക്കുകയാണ്. ഉടനെ ശ്രീദേവി മിണ്ടാതിരിക്കുന്ന ആക്ഷൻ കാണിക്കണം കേട്ടോ. എന്നിട്ട് പൂജയും മന്ത്രവും വിളക്കൊളുത്തലും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട്, അമ്മേ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ വരില്ലേ കേട്ടോ അമ്മേ, അതൊക്കെ ഭയങ്കര തെറ്റാ എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, മോളെ, ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നതല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ അമ്മേ കാര്യം? അല്ല, പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നത് ഞാൻ തന്നെ ആയിക്കോളാന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതാ. അത് വേണ്ട, പൂജാമുറിയുടെ കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു, എന്നും ഞാൻ തന്നെ അവിടെ വിളക്ക് വയ്ക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഗോമതിയുടെ മുഖം അങ്ങ് വല്ലാതാവുക. അല്ല, ശരി എന്നും പറഞ്ഞ് ഗോമതി തിരിഞ്ഞു പോകുമ്പോൾ, അമ്മേ എങ്ങോട്ടാണ് പോണേ?
ഞാൻ അടുക്കളയിലേക്ക് പോവാം. വേണ്ട വേണ്ട വേണ്ട, അമ്മ അവിടെ ഇരിക്കുക, അടുക്കളയിലുള്ള എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലേ ഇന്നലെ, പിന്നെ എന്തിനാ ഇനി അകത്തേക്ക് കയറണം? മോളെ, എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? പൂജാമുറിയിൽ ഒന്നിനും പറ്റുന്നില്ല, അടുക്കളയിൽ നീ അങ്ങ് ഏറ്റെടുത്തു, പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? വേണ്ട, അവിടുത്തെ പണിയെല്ലാം ഞാൻ തന്നെ ഏറ്റോളാം, അമ്മ ഇവിടെ ഇരുന്നോന്നും പറഞ്ഞ് നേരെ ശ്രീദേവി അടുക്കളയിലേക്ക് പോവുക കേട്ടോ. സങ്കടം സഹിക്കാൻ വയ്യാണ്ട് പൂജാമുറിയിലേക്ക് നോക്കി ഭഗവാനെ നോക്കിയിട്ട് ഗോമതി സങ്കടം പറയാൻ കേട്ടോ. എന്നാലും ഈ വന്ന മരുമോള് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായല്ലോ, അടുക്കള ഭരണം പോലും എനിക്കില്ലാണ്ടായല്ലേ, മരുമോള് പാവമൊക്കെ തന്നെയാ എന്നും പറഞ്ഞു ഇങ്ങനെ ആവാൻ പാടില്ല കേട്ടോ, എന്നാലും നീ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, എൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മീനാക്ഷി ഇറങ്ങി വരുന്നത് കേട്ടോ. മീനാക്ഷി റെഡിയായി വരുമ്പോൾ ഇവിടെ സങ്കടം പറിച്ചിട്ട് ആരോടാ സംസാരിക്കണേ നോക്കി നിൽക്കുമ്പോൾ തൊട്ട് പറയും ഇത്രയും വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് വന്നിട്ട് കൊള്ളാലോ, ഭഗവാനെ കുറ്റപ്പെടുത്തുവാണോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ പറയുക, ഇപ്പം തന്നെ ദേ പൂജാമുറിയിൽ രാവിലെ എനിക്ക് വിളക്ക് വെക്കാൻ പറ്റിയില്ല, അതും ശ്രീദേവി തന്നെ ഏറ്റെടുത്തിരിക്കണു, അടുക്കളയിലും കയറാൻ സമ്മതിക്കണില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ ചെയ്യുക, നമുക്കൊരു പരിഹാരം കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ. സാരമില്ല, അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് അവർ ചെയ്യണമെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ എന്ന് മിത്ര പറയാം. അത് ശരി, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ഓഫീസിൽ, പിന്നെ മിത്ര പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇതെല്ലാം നിർത്തി വീട്ടിലിരിക്കുക, നിങ്ങൾക്ക് കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ അടുക്കള പണിയൊക്കെ നിർത്തി എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇപ്പം എൻ്റെ എല്ലായിടത്തുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു, ബാലേട്ടന് പോലും എന്നെ വേണ്ടാതായി എന്നും പറഞ്ഞ് അവരങ്ങനെ സങ്കടം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശ്രീദേവി ചായയൊക്കെ ഇട്ട് കൊണ്ടുവരും കേട്ടോ. എല്ലാവരും എണീറ്റ് ഇങ്ങ് വന്നായിരുന്നു, ഞാൻ അവിടെ തന്നെ കൊണ്ടുവരുമായിരുന്നല്ലോ, എന്നാൽ ചായ കുടിക്കുന്നും പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ അടുക്കള പണി അങ്ങ് ഏറ്റെടുത്തല്ലേ? പിന്നല്ലാണ്ട് എല്ലാവർക്കും ഉള്ളത് ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പണ്ടേ? അല്ല, അമ്മയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത്, അമ്മയ്ക്കും കൂടെ ചേർന്ന് ചെയ്തുകൂടെ? വേണ്ട വേണ്ട, ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ കൈ പിടിച്ച് ഒറ്റ പൊക്ക് കേട്ടോ. അപ്പോൾ ചോദിക്കണേ എന്താ കാര്യം? അല്ലല്ല, അമ്മ നില്ലേ, അമ്മ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാൻ വേണ്ടി ഈ കൈ ഞാൻ എടുത്തത്, ഒരു മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആ കൈ തൊട്ടിട്ട് പറയാം. കൈയൊക്കെ കണ്ടു പരിക്കനായിട്ടിരിക്കുന്ന, ജോലി ചെയ്ത് ഇങ്ങനെ ആയത്, ഇനിയെങ്കിലും അമ്മ റെസ്റ്റ് എടുക്കട്ടെ. മീനാക്ഷി ആ കൈ കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കൈയും കൂടെ പിടിച്ച് ഗോമതിയുടെ കയ്യിൽ ഇങ്ങനെ ആക്കും കേട്ടോ. കണ്ടോ, നല്ല പരാന്നിരിക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ അങ്ങനെയാണെങ്കിലേ എൻ്റെ കൈ കണ്ടോ, ഫയലും അതും പേനയും ഒക്കെ എടുത്ത് എൻ്റെ കൈയും പരിക്കനായിട്ട് തന്നെ ഇരിക്കണേന്ന് മീനാക്ഷി പറയാം. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കൈയൊക്കെ കുറച്ച് പരിക്കനായിട്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് ശ്രീദേവി. കാര്യം എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും എതിരെ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കണമെങ്കിലും ഒരു തല്ല് കൊടുക്കണമെങ്കിലും കൈക്ക് കരുത്ത് വേണമല്ലോ എന്ന് മീനാക്ഷി പറയട്ടോ. പെട്ടെന്ന് ശ്രീദേവി ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ തല്ലോ ഞങ്ങളെയൊക്കെ? തല്ലേണ്ട കാര്യങ്ങളാണെങ്കിൽ തല്ല എന്നെ ചെയ്യുമെന്ന് പറയാം. പെട്ടെന്ന് ശ്രീദേവി വല്ലാതെ ആവുകയാണ് കേട്ടോ. അപ്പം ഇത്രയും പറയാനുണ്ട്, അപ്പച്ചി വെറുതെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്, അപ്പച്ചിയും ശ്രീദേവി ചേച്ചിയും കൂടെ ചേർന്ന് ജോലിയൊക്കെ ചെയ്യേ, അതല്ലേ നല്ലത്. വേണ്ട, എൻ്റെ അമ്മ എന്താ പറഞ്ഞു വിട്ടേന്നറിയോ? ഞാനിവിടുത്തെ മരുമോളാണ്, മൂത്ത മരുമോളാണ്, ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്, അതുകൊണ്ട് എല്ലാവർക്കും ഒരു കുറവുമില്ലാതെ എല്ലാ വീട്ടു ജോലി തന്നെ ഞാൻ തന്നെ ചെയ്യണം, അവരെ ഒന്നും ശല്യപ്പെടുത്തരുത്, നല്ലൊരു മരുമോളായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ അങ്ങനെയല്ലേ പാലിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഒരു ജോലിയും ചെയ്യേണ്ട കേട്ടോ, കാപ്പിയൊക്കെ ഉണ്ടാകാൻ ഞാൻ പോട്ടെ കിച്ചണിലേക്കെന്ന് പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ തന്നെ ഇവിടെ ഗോമതിക്ക് വീണ്ടും സങ്കടമായി. അങ്ങനെ മിത്ര പറയുന്നുണ്ട്, അപ്പച്ചി നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം, തൽക്കാലം സമാധാനപ്പെടും, പിന്നെ ഇപ്പം കാണിക്കണതൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ഒരു ആവേശം മാത്രമായിരിക്കും, പിന്നീടെല്ലാം ശരിയാവും, അപ്പച്ചി അങ്ങനെയൊന്നും താഴ്ത്തിക്കെട്ടാനൊന്നും ആർക്കും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോമതീനെ സമാധാനപ്പെടുത്തി വച്ചിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ശ്രീദേവിയുടെ അടുക്കള പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി ഡ്രസ്സ് മാറുവാണ്. അപ്പോൾ മിത്രയോട് ഗോമതി പറയാം, ഒരു കാര്യം ചെയ്യാം, എന്തായാലും എനിക്ക് ഒരിടത്തുള്ള അവകാശവും പോയി, പുറത്ത് കുറച്ച് ചെടികളുണ്ട്, അതിനെങ്കിലും ഒന്ന് വെള്ളം നനയ്ക്കാം, കുറച്ച് തുണികൾ അലക്കാണ്ട് നമുക്ക് ടെറസിലേക്ക് പോവാം, അങ്ങോട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് മിത്രയും വിളിച്ച് മിത്ര പറയണം, അപ്പച്ചിയുടെ കൂടെ ഞാനും കൂടെ കൂടട്ടെ, പിന്നെ നീയും വന്നോ. അങ്ങനെ രണ്ടുപേരും കൂടെ മുറ്റത്തിറങ്ങി പോവാട്ടോ. അപ്പോഴാണ് ശ്രീദേവി ഒരുങ്ങി ചമഞ്ഞൊക്കെ നിപ്പുണ്ട്, സെറ്റ് സാരിയൊക്കെ കൊടുത്ത്. ശ്രീദേവി ആനന്ദും കൂടെ അമ്പലത്തിൽ പോകാനുള്ള പുറപ്പാടാട്ടോ. അങ്ങനെ ആനന്ദ് മുറിയിലേക്ക് കയറി വരുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ആനന്ദേട്ടാ, എൻ്റെ വള എങ്ങനെയുണ്ട്? കൊള്ളാൻ നന്നായിട്ടുണ്ട്. സാരിയോ? അടിപൊളിയായിട്ടുണ്ട്. കമ്മലോ? പിന്നെ സൂപ്പറല്ലേ. ശരി, നീ ഒരു കാര്യം ചെയ്ത് നേരാവുന്നു, പെട്ടെന്ന് ഇറങ്ങി വാ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ശ്രീദേവി പറയും, വള കൊള്ളാം, മാല കൊള്ളാം. അയ്യോ, എന്ത് ഇതാട്ടാ പറയണത്,
എല്ലാം കൊള്ളാം, നീയും നല്ല സുന്ദരിയായിരിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞു, മിണ്ടാതെ അങ്ങ് പോവാം. ഇതൊക്കെ എന്ത് ജന്മങ്ങൾ, ഞാൻ എന്ത് ചോദിച്ചു അതിന് മാത്രം മറുപടി പറയും എന്നിങ്ങനെ ശ്രീദേവി കുശുമ്പോൾ പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി ഇറങ്ങുമ്പോൾ പുറത്ത് ബാലൻ പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ് ഹാളിൽ. നിങ്ങളെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാം, ശ്രീദേവിക്ക് ദിവസവും അമ്പലത്തിൽ പോകണമെന്നൊരാഗ്രഹം, വീട്ടിലിരിക്കുമ്പോഴും അങ്ങനെയാണെന്നാണ് പറയണേ. അതേ അച്ഛാ, ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ ചെന്നേ അവിടെ കണ്ണടച്ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത മനസ്സുഖം അച്ഛാ. ഓ അത് ശരി, ശരി. പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അച്ഛാ, ഞാൻ ലോകത്തിന് മുഴുവനും പ്രാർത്ഥിക്കും. ഓ അതാണ്, നോക്കടാ, ഗുരുത്വമുള്ള മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ്. വളർത്തു ഗുണം, കുഞ്ഞിനെ നമ്മൾ എങ്ങനെ വളർന്നു വരുന്നോ അതുപോലെ ആവും വലുതാവുമ്പോഴും ആവുന്നത്, മനസ്സിലായോ? അപ്പോൾ ശ്രീദേവി ഞാൻ കൊച്ചിലെ വളർന്നത് എങ്ങനെയാണെന്നുള്ള ചിന്തയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് ചോദിക്കണം, അച്ഛാ അമ്മ എന്തിയേ? അമ്മ കൂടെ വരുവാണെങ്കിൽ കൊണ്ടുപോകായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീദേവി ചാടിക്കയറി പറയാം, അമ്മയൊന്നും വരില്ല, അമ്മയെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല, അമ്മ ഇനി ഡ്രസ്സെല്ലാം മാറി വരുമ്പോഴേ ഒത്തിരി സമയമാവുകയാണ് ചേട്ടാ, നമുക്ക് പോവാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലൻ പറയണം, അത് ശരിയാ, അവൾ പുറത്തും കണ്ടോ തുണി വിരിക്കാനും ചെടിക്ക് വെള്ളമൊഴിക്കാനൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു, നിങ്ങൾ ഇനി താമസിക്കേണ്ട, നിങ്ങൾ പോയിട്ട് വാന്ന് പറയാൻ, എന്നെ അമ്മയെ വിളിക്കാൻ നിൽക്കേണ്ടെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓടി, ശ്രീദേവി ഓടിപ്പോയി വണ്ടിയിൽ കയറും കേട്ടോ. അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോലി ഞാൻ എടുത്തേ അച്ഛാന്ന് പറയാം. അതിനെന്താ നീ കൊണ്ടുപോക്കുമെന്ന് പറയാം. അങ്ങനെ ആക്റ്റീവയിലാണ് രണ്ടുപേരും കൂടെ പോകണം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് നീങ്ങണതും ഗോമതി കാണുകയാണ് കേട്ടോ. ഗോമതി നോക്കുമ്പോൾ ആനന്ദും ശ്രീദേവിയും കൂടെ വണ്ടി കയറി എങ്ങോട്ട് പോകണം. അപ്പം തൊട്ട് പിറകെ മിത്ര ഓടി വരുന്നുണ്ട്. ഇവിടെ കിടന്ന് ആനന്ദേ മോനേന്ന് വിളിക്കാൻ കേട്ടോ. ഗോമതി അവർ തിരിഞ്ഞു നോക്കുന്നില്ല, ഇവരങ്ങ് പോയി കഴിഞ്ഞു. അയ്യോ ഭയങ്കര സങ്കടത്തിൽ ഗോമതി നിൽക്കുമ്പോൾ മിത്ര ചോദിക്കണം, എന്താ അപ്പച്ചി അവരെങ്ങോട്ടാണ് പോയത് രാവിലെ? രണ്ടുപേരും എങ്ങോട്ട് പോയി എന്നറിയില്ല, അമ്പലത്തിലോ മറ്റോ ആയിരിക്കും അല്ലേ. എന്തായാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കട്ടോ. ഗോമതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി, ആനന്ദൊരു വാക്ക് പറയാതെ പോയാലോ എന്ന്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ. പുതിയൊരു എപ്പിസോഡായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.